ഞാനൊരു പാപിയാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു കൽപ്പന എനിക്ക് ലഭിക്കില്ലല്ലോ. നീ ഇവിടെ തലകുനിച്ചിരുന്നോളൂ. എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ നിന്റെ തല വെട്ടും. അല്ലയോ ചണ്ടാല, നീ എന്നോട് അല്പം കരുണ കാണിക്കണം. നിന്റെ യജമാനന്റെ കൽപ്പന പോലെ നിനക്കെന്റെ തല വെട്ടാം. പക്ഷെ നിന്റെ വാളേറ്റ് മരിക്കും മുൻപ് മറ്റൊരു കർമ്മം എനിക്ക് ചെയ്തേ തീരൂ. അവിടെ ആ നഗരപ്രാന്തത്തിൽ എന്റെ മകൻ മരിച്ചു കിടപ്പുണ്ട്. അവന്റെ ആ ശരീരം കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നത് വരെ അവിടെ എന്നെ കൊല്ലരുത്. ശരി, എങ്കിൽ നീ പോയി നിന്റെ മകന്റെ ശവം എടുത്തോണ്ട് വരൂ. വീണ്ടും നിന്നെ ഇട്ടെറിഞ്ഞു പോകേണ്ടി വന്നു എനിക്ക്. ഇതാരുടെ പാപമാണോ? വാ കുമാര, രാജ്യം വാഴാൻ പിറന്ന കുമാര, നിന്റെ പിതാവ് ഏത് ദിക്കിലാണോ? ഈ ദുഃഖം ഞാനെങ്ങനെ അദ്ദേഹത്തെ അറിയിക്കും? പുത്രനെയും ഭാര്യയെയും വിറ്റ് ഋണമുക്തി നേടിയ അദ്ദേഹം എവിടെയാണോ? ദൈവമേ, ഇത് ഇത്രയ്ക്ക് ക്രൂരമാണോ? സത്യവാൻ എന്ന് പേര് കേട്ട രാജ ഹരിചന്ദ്രന്റെ പുത്രനാണിതെന്ന് അദ്ദേഹത്തെ ആരറിയിക്കും? കുമാര, സത്യം പാലിക്കാനുള്ള ധനം സ്വരൂപിക്കാൻ അന്ന് നിങ്ങളെ ബ്രാഹ്മണന് വിൽക്കുമ്പോ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. മഹാരാജാവേ, അങ്ങ് ഈ വേഷത്തിൽ ഇന്ദ്രതുല്യനായിരുന്ന അങ്ങ് ചണ്ടാല വേഷം കൈക്കൊണ്ട് ശ്മശാനത്തിൽ എന്തൊക്കെ കാണേണ്ടി വരുന്നു ഈശ്വര. അങ്ങ് നടക്കുന്ന വഴിയിൽ ഉത്തരയും വിരിക്കുമായിരുന്നു പണ്ട്. എന്നിതാ ശവഭസ്മത്തിലും മൃതാവശിഷ്ടത്തിലും കുളിച്ച്
അങ്ങ് മഹാരാജാവേ, സഹിക്കുന്നില്ല എനിക്ക്. ഇതൊക്കെ എന്റെ മനസ്സിന്റെ ഭ്രമമാണോ മഹാരാജൻ? ഇല്ല ദേവി, എല്ലാം സത്യമാണ്. ബ്രാഹ്മണന്റെ കടം വീട്ടാൻ എനിക്ക് എന്നെ തന്നെ വിൽക്കേണ്ടി വന്നു. ആ ആത്മവിക്രയം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. ഇതാ ഇപ്പോ നിന്നെ വധിക്കാനുള്ള യജമാനാജ്ഞയും. പ്രഭു, അങ്ങന്റെ ശിരസറക്കൂ. ശിരസറുത്ത് അങ്ങയുടെ യജമാനന്റെ കൽപ്പന പാലിക്കൂ. അല്ലെങ്കിൽ അതിന്റെ പാപം അങ്ങേക്ക് വരും. ചന്ദ്രമതി, നീ വാക്കുകൾ കൊണ്ട് എന്നെ കൊല്ലുകയാണ്. അത് ചെയ്യാൻ പോയിട്ട് അങ്ങനെ പറയാൻ പോലും ഞാൻ അശക്തനാണ്. ഇപ്പോ എനിക്കൊന്ന് ചെയ്യാനാകും. നമ്മുടെ മകനെ ദഹിപ്പിക്കാൻ ചിത കൂട്ടി അതിൽ അവനെ ദഹിപ്പിക്കുമ്പോ ആ തീയിൽ പ്രവേശിച്ച് ജീവൻ വെടിയുക. എങ്കിൽ ഞാനും അങ്ങയോടൊത്ത് ആ അഗ്നിയിൽ പ്രവേശിക്കും. നമുക്ക് 3 പേർക്കും ഒരുമിച്ച് അഗ്നി പ്രവേശം നടത്താം. അങ്ങനെ ആവട്ടെ. മരണത്തിലും നമുക്ക് പിരിയാതിരിക്കാം. ഞാൻ ചിത കൂട്ടാം. ലോഹിതന്റെ ശരീരവും എടുത്തു വരും. 3 പേർക്കും ഒരുമിച്ച് തന്നെ അഗ്നിപ്രവേശം നടത്താം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എടുക്കാം. ചരാചര പ്രപഞ്ചത്തിന്റെ വിധാതാക്കളായ ഈശ്വരന്മാരെ ഈ നിമിഷം വരെയും ഹരിചന്ദ്രൻ സത്യവാക്കാണ്. ധർമ്മമാർഗം വെടിഞ്ഞ് ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും സമസ്ത തേജസ്സും ആവാഹിച്ചുകൊണ്ട് തന്നെ ഞാൻ ഭാര്യാപുത്ര സമേതനായി അഗ്നിപ്രവേശം നടത്തുന്നു. അരുത് ഹരിചന്ദ്ര, അഗ്നിപ്രവേശം ചെയ്യരുത്. രാജാവേ, ലോകപാലകരായ ദേവകളും
യക്ഷകിന്നര ഗന്ധർവാദികളും മരുത്തുക്കളും മാനവരും എന്തിന് വിശ്വാമിത്രൻ പോലും അങ്ങയുടെ ശുഭം കാംക്ഷിക്കുന്നു. സാഹസം കാട്ടി അഗ്നിപ്രവേശം നടത്തരുത്. കേൾക്കൂ, ഇത് പറയുന്നത് മരണദേവനായ യമധർമ്മനാണ്. ശാന്തനാകൂ മഹാരാജൻ. സത്യവാനായ ഭവാന്റെ ഗുണഗണങ്ങളിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. പ്രഭോ, ദേവാധിപ, ഇവിടെ എന്റെ ഗുണഗണങ്ങൾക്കോ ശുഭത്തിലുള്ള ആകാംക്ഷ കൊണ്ടോ ഒരർത്ഥവുമില്ല. ലോകസുഖങ്ങൾ അറിയാതെ മരിക്കാൻ വിധിക്കപ്പെട്ട എന്റെ പുത്രനാണ് ഇവിടെ എന്റെ മാനദണ്ഡം. അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്റെ പുണ്യങ്ങൾ വാഴ്ത്തി ജീവിതം ദീർഘിപ്പിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല മഹാത്മൻ. ഹരിശ്ചന്ദ്ര, അങ്ങയുടെ പുത്രന് ജീവൻ കൊടുത്ത് പുനർജനിപ്പിക്കാൻ ഞങ്ങൾക്കാവും. ഇതാ കണ്ടുകൊള്ളു, ആകാശത്തു നിന്നും അമൃത് വർഷിച്ച് നാം അവനെ ജീവിപ്പിക്കും. കുമാര, എന്റെ കുമാര. അമ്മ, അമ്മ, നമ്മളിത് എവിടെയാ? കുമാര, എന്റെ കുമാര. മഹാരാജൻ, അങ്ങേക്ക് സന്തോഷമായെന്ന് കരുതുന്നു. ഇനി ഞങ്ങൾ പറയുന്നത് കേൾക്കും. പറഞ്ഞാലും ദേവാധിപ, ഭാര്യാപുത്രന്മാരോടൊപ്പം അങ്ങയെ ഞാൻ സ്വർഗലോകത്തേക്ക് ക്ഷണിക്കുന്നു. അത്യപൂർവമായ ആ സൗഭാഗ്യം അങ്ങയുടെ പുണ്യാതിരയം കൊണ്ട് അങ്ങ് കൈവരിച്ചതാണ്. വന്നാലും മഹാരാജൻ. നന്ദി ദേവാധിപ. അങ്ങയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്റെ പരീക്ഷണങ്ങൾ അവസാനിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അങ്ങ് നീട്ടുന്ന ഈ സൗഭാഗ്യം എനിക്ക് സ്വീകരിക്കാൻ പ്രയാസമാണ് പ്രഭു. ഞാൻ പ്രവീരൻ എന്ന് പറയുന്ന ചണ്ടാളന്റെ ദാസനാണിപ്പോ. എന്റെ യജമാനന്റെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാൻ ഞാൻ പ്രാപ്തനല്ല. ഹരിചന്ദ്ര, അങ്ങയെ വിലയ്ക്കു വാങ്ങി ഈ ശ്മശാനത്തിൽ നിയോഗിച്ച പ്രവീരൻ നാം തന്നെയാണ്. ദേവാധിപന്റെ ഈ നിർദ്ദേശം അങ്ങയ്ക്ക് ആനന്ദത്തോടെ സ്വീകരിക്കാം. നാം അതിനെതിരല്ല. അങ്ങിപ്പോൾ ദാസനുമല്ല. നന്ദി യമദേവ. അങ്ങയുടെ ഈ വാക്കുകൾ കൊണ്ട് ഞാൻ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രനായിരിക്കുന്നു. പക്ഷേ എനിക്ക് അയോധ്യയിലേക്ക് പോകണം. അവിടെ എന്നെ കാത്തിരിക്കുന്ന ജനങ്ങളെ ആശ്വസിപ്പിക്കണം. അവരുടെ അനുമതിയോടുകൂടി മാത്രമേ എനിക്ക് ഈ ക്ഷണം സ്വീകരിക്കാനാവൂ. അങ്ങനെ ആവട്ടെ രാജാവേ. അങ്ങേക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തന്നെ കിടക്കും. ചന്ദ്രമതി, കുമാര,
രാജാവേ, ഈ ജംബുദ്വീപത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ് താങ്കളാണെന്ന് അങ്ങ് തെളിയിച്ചിരിക്കുന്നു. വിശ്വാമിത്രന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് സത്യം പാലിച്ച അങ്ങയുടെ കീർത്തി ആചന്ദ്രതാരം നിലനിൽക്കും. സത്യത്തെക്കുറിച്ചോ ധർമാനുഷ്ഠാനങ്ങളെക്കുറിച്ചോ ഒരു വാദവിവാദമുണ്ടാകുമ്പോൾ അങ്ങയുടെ ഈ ത്യാഗവും ആത്മപീഡയും അനുസ്മരിക്കപ്പെടും. പോകൂ, അയോധ്യ അങ്ങയെ കാത്തിരിക്കുന്നു. വരൂ. വിജയീ ഭവ. മേഘത്തിന്റെ മൂടുമറ നീങ്ങിയാൽ സൂര്യനും ചന്ദ്രനും ഇരട്ടി തേജസ്സോടെ ശോഭിക്കും. അതുപോലെയാണ് ജീവിത പരീക്ഷണങ്ങൾ ഒഴിഞ്ഞ മനുഷ്യൻ. അവൻ അതിനു മുമ്പുള്ള അവനേക്കാൾ കരുത്തനും ശ്രേഷ്ഠനുമാകും.